Dear students, BVO Cardiac System, paper 601, Cardiac Catheterization Laboratory Advanced Unit 4 continuation ആണ് ഈ ഓഡിയോ. ഈ ഓഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ടെമ്പററി ആൻഡ് പെർമനന്റ് പേസ് മേക്കേഴ്സിനെ കുറിച്ചിട്ടാണ്. ആർട്ടിഫിഷ്യൽ പേസ് മേക്കേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇലക്ട്രോണിക് ഡിവൈസസ് ആണ്. ഹാർട്ട് ബീറ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോണിക് ഡിവൈസസ് ആണ് ആർട്ടിഫിഷ്യൽ പേസ് മേക്കേഴ്സ് എന്ന് പറയുന്നത്. ഹാർട്ട് ബീറ്റിന്റെ നോർമൽ റിതം മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ് ഈ ഒരു പേസ് മേക്കേഴ്സിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. സ്ലോ ആയിട്ടുള്ള ഹാർട്ട് റിതംസ് ഉള്ള ആളുകൾക്കാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ പേസ് മേക്കേഴ്സ് യൂസ് ചെയ്യുന്നത്. ഒരുപാട് സിറ്റുവേഷൻസിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ പേസ് മേക്കേഴ്സ് ഉപയോഗിക്കാവുന്നതാണ്. മോസ്റ്റ് കോമൺലി ഒരു പേസ് മേക്കർ നമ്മൾ സ്ലോ ഹാർട്ട് റേറ്റ് ഉള്ള കണ്ടീഷൻസിലാണ് പേസ് മേക്കേഴ്സ് യൂസ് ചെയ്യുക. അതായത് ബ്രാഡി അരേത്തീമിയ കണ്ടീഷൻസിലാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ പേസ് മേക്കേഴ്സ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ വെൽ സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു സ്പെസിഫിക് ടൈപ്പ് ബ്രാഡി ആർത്തമിയ കണ്ടീഷൻസിൽ പേസ് മേക്കേഴ്സ് ഉപയോഗിക്കാറുണ്ട്. മൾട്ടിപ്പിൾ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു പേസ് മേക്കർ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇനി അറേത്തീമിയയുടെ എക്സാക്ട് നേച്ചറും അതിന്റെ അണ്ടർലൈൻ കോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇത് മേ ബി ടെമ്പററി ആയിരിക്കാം അല്ലെങ്കിൽ പെർമനന്റ് ആയിരിക്കാം. സിംറ്റംസ് ഉണ്ടാകാം, സിംറ്റംസ് ഉണ്ടാവാതിരിക്കാം. അതിന് ചിലപ്പോൾ റിസ്ക് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാതിരിക്കാം. ഇനി എങ്ങനെയാണ് ഒരു ആർട്ടിഫിഷ്യൽ പേസ് മേക്കർ വർക്ക് ചെയ്യണേ എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഒരു ആർട്ടിഫിഷ്യൽ പേസ് മേക്കർ ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസസ് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ ഹാർട്ടിനെ സ്റ്റിമുലേറ്റ് ചെയ്യും, ഹാർട്ടിന്റെ റെഗുലർ ഹാർട്ട് ബീറ്റ് മെയിൻറ്റെയിൻ ചെയ്യും അല്ലെങ്കിൽ റീസ്റ്റോർ ചെയ്യും. ഇതാണ് ഒരു ആർട്ടിഫിഷ്യൽ പേസ് മേക്കർ ചെയ്യുക. പലതരത്തിലുള്ള ആർട്ടിഫിഷ്യൽ പേസ് മേക്കേഴ്സ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. അത് എങ്ങനെയൊക്കെ വരുന്നത് നോക്കാം. ഇതിൽ ഒരു ആർട്ടിഫിഷ്യൽ പേസ് മേക്കേഴ്സിൽ നമുക്ക് ഉണ്ടാവേണ്ട കമ്പോണൻസ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. അതിലാദ്യം ഒരു തിൻ മെറ്റൽ ബോക്സ് അല്ലെങ്കിൽ ഒരു കേസ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ പൾസ് ജനറേറ്റർ എന്ന് വിളിക്കുക. ഓക്കെ, ഈ ഒരു പൾസ് ജനറേറ്റർ ഒരു പവർ ഓഫ് സോഴ്സ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടാവും. ഈ ഒരു പവർ ഓഫ് സോഴ്സിൽ നിന്നാണ് ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ഉണ്ടാവുന്നത്. അതായത് പേസ് മേക്കറിന് വേണ്ട ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ഉണ്ടാവുന്നത് ഈ പവർ ഓഫ് സോഴ്സിൽ നിന്നാണ്. ഇനി ഈ പൾസ് ജനറേറ്ററിൽ വേറൊരു കാര്യങ്ങൾ കൂടെയുണ്ട്. ഒരു സ്മോൾ കമ്പ്യൂട്ടർ പ്രോസസർ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അവിടെ നമുക്ക് പേസ് മേക്കറിന്റെ റേറ്റ് എത്രയാണ്, എത്ര റേറ്റ് ആണ് അതിനെ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഈ ഒരു പാറ്റേൺ, അതായത് പേസ് മേക്കറിന്റെ ഈ ഒരു പാറ്റേൺ എനർജി ഔട്ട്പുട്ട് അതിന്റെ പലതരത്തിലുള്ള പാരാമീറ്റേഴ്സും പൾസ് ജനറേറ്ററിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. ഇനി ഒരു പൾസ് ജനറേറ്ററിൽ മോഡേൺ ആയിട്ടുള്ള പെർമനന്റ് പേസ് മേക്കേഴ്സ് ഒക്കെ എത്രയാണെന്നും കൂടി, എത്ര ഔൺസ് ഉണ്ട് എന്നുള്ളതും കൂടി നമുക്ക് മെഷർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇനി പേസ് മേക്കറിൽ ഉണ്ടാവുന്ന മറ്റൊരു സാധനമാണ് ഫ്ലെക്സിബിൾ ഇൻസുലേറ്റഡ് വയേഴ്സ് അല്ലെങ്കിൽ ലെഡ്സ് ക്യാരിങ് ഇലക്ട്രിക്കൽ ഇമ്പൾസസ് എന്ന് പറയുന്നത്. ഇവിടെ ഇലക്ട്രിക്കൽ ഇമ്പൾസസിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാന്നുള്ളതാണ്. ജനറേറ്റ് ചെയ്തിരിക്കുന്ന ഇലക്ട്രിക്കൽ ഇമ്പൾസസിനെ ഹാർട്ട് മസിൽസിലോട്ട് ക്യാരി ചെയ്ത് കൊണ്ടുപോവുകയാണ് ആര് ചെയ്യുന്നത്? ഫ്ലെക്സിബിൾ ഇൻസുലേറ്റഡ് വയേഴ്സ് ചെയ്യുന്നത്. ഓക്കെ, ഹാർട്ടിന്റെ നാച്ചുറൽ ആക്ടിവിറ്റീസിനെ ബാക്ക് ടു നോർമലൈസ് ചെയ്യാന്നുള്ളതാണ് ഈ ഒരു ഫ്ലെക്സിബിൾ ഇൻസുലേറ്റഡ് വയേഴ്സ് ചെയ്യുന്നത്. ഇത് പലതരത്തിൽ നമുക്ക് ഈ വയേഴ്സ് അല്ലെങ്കിൽ ലെഡ് ഫോമിൽ അവൈലബിൾ ആണ്. ഇത് ഹാർട്ടിന്റെ കൂടെ തന്നെയാണ് പ്ലേസ് ചെയ്യുന്നത്. ഇത് നമുക്ക് റൈറ്റ് ഏട്രിയും റൈറ്റ് വെൻട്രിക്കിളിലാണ് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഒന്നോ അതിലധികമോ ആയിട്ടുള്ള ഇലക്ട്രോഡ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഇലക്ട്രോഡ്സിന്റെ ടിപ്സിലാണ് നമ്മൾ ഈ ലെഡ്സ് ഫിക്സ് ചെയ്ത് വെക്കുന്നത്. എന്നാലാണ് നമുക്ക് ഇലക്ട്രിക്കൽ ഇമ്പൾസിനെ ഹാർട്ട് മസിൽസിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഹാർട്ട്സിന് അവരുടെ സ്വന്തം ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ആയിട്ട് സെൻസ് ചെയ്യണമെങ്കിലും ഈ ഒരു ഇലക്ട്രോൺസിന്റെ പ്രസൻസ് ആവശ്യമാണ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ടൈപ്സ് ഓഫ് പേസ് മേക്കേഴ്സ് ആണ്. പലതരത്തിൽ പേസ് മേക്കേഴ്സ് അവൈലബിൾ ആണ്. അതിൽ നമ്മൾക്ക് വരുന്നതാണ് ഡിമാൻഡഡ് പേസ് മേക്കേഴ്സ് മോണിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ ഡിമാൻഡ് പേസ് മേക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ടിന്റെ നാച്ചുറൽ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റീനെ മോണിറ്റർ ചെയ്തിട്ട് അതേപോലെ തന്നെയുള്ള ഇലക്ട്രിക്കൽ ഇമ്പൾസസിനെ, ഹാർട്ടിന്റെ സ്വന്തമായിട്ടുള്ള ഇലക്ട്രിക്കൽ ഇമ്പൾസസിനെ ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള പേസ് മേക്കേഴ്സ് ആണ് ഡിമാൻഡ് പേസ് മേക്കേഴ്സ് എന്ന് വിളിക്കുന്നത്. പിന്നെ നമ്മൾ വിളിക്കുന്നത് ഫിക്സഡ് റേറ്റ് പേസ് മേക്കേഴ്സ് ആണ്. ഫിക്സഡ് പേസ് മേക്കേഴ്സ് സിംഗിൾ ആൻഡ് സ്റ്റഡി ആയിട്ടുള്ള ഹാർട്ടിന്റെ സ്വന്തമായിട്ടുള്ള ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിനേക്കാളും റിഗാർഡ്ലെസ് ആയിട്ടുള്ള ഇമ്പൾസസിനെ ജനറേറ്റ് ചെയ്യുന്നതാണ് ഫിക്സഡ് റേറ്റ് പേസ് മേക്കേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇനി റേറ്റ് റെസ്പോൺസീവ് പേസ് മേക്കേഴ്സ് ഉണ്ട്. അത് റേസ് ഓർ ലോവർ ദ ഹാർട്ട് റേറ്റ്, അതായത് നമ്മുടെ നോർമൽ ബോഡി അല്ലെങ്കിൽ നോർമൽ ഹാർട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹാർട്ട് റേറ്റിനേക്കാളും കുറച്ചും കൂടി ലോവർ അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ അത്തരത്തിൽ റേറ്റിനെ റെസ്പോൺസ് ചെയ്തിട്ട് റെസ്പോൺസ് ചെയ്യുന്ന പേസ് മേക്കേഴ്സിനെയാണ് നമ്മൾ റേറ്റ് റെസ്പോൺസീവ് പേസ് മേക്കേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇത് നമ്മൾ ഡിമാൻഡ് പേസ് മേക്കേഴ്സിലെ പോലെ തന്നെ വരുന്ന ഒരു പേസ് മേക്കർ തന്നെയാണ് റേറ്റ് റെസ്പോൺസീവ് പേസ് മേക്കർ എന്ന് വിളിക്കുന്നത്. ഇനി പേസ് മേക്കേഴ്സ് എന്ന് പറയുന്നത് സിംഗിൾ ആയിരിക്കും, ഡ്യുവൽ ആയിരിക്കും, അല്ലെങ്കിൽ ട്രിപ്പിൾ ചേംബർഡ് ആയിട്ടുള്ള പേസ് മേക്കേഴ്സും അവൈലബിൾ ആണ്.
സിംഗിൾ ചേമ്പേർഡ് ആയിട്ടുള്ള പേസ് മേക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ ലെഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് റൈറ്റ് ഏട്രിയത്തിൽ അല്ലെങ്കിൽ റൈറ്റ് വെൻട്രിക്കിളോട്ട് മാത്രം ഇമ്പൾസസിനെ ക്യാരി ചെയ്യുന്നതാണ് സിംഗിൾ ചേമ്പേർഡ് പേസ് മേക്കേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇനി ഡ്യുവൽ ചേമ്പർ പേസ് മേക്കർ ഉണ്ട്. അതിവിടെ നമുക്ക് 2 ലെഡ്സ് കാണാനായിട്ട് സാധിക്കും. അവിടെ ഒന്ന് റൈറ്റ് ഏട്രിയത്തിലും ഒരെണ്ണം റൈറ്റ് വെൻട്രിക്കിളിലും. ഇവിടെ ഹാർട്ട് റിതംസിനെ നമുക്ക് നോർമൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള പേസ് മേക്കേഴ്സ് ആണ് ഡ്യുവൽ ചേമ്പർ പേസ് മേക്കർ എന്ന് വിളിക്കുന്നത്. ഇനി ട്രിപ്പിൾ ചേമ്പേർഡ് പേസ് മേക്കേഴ്സ് ഉണ്ട്. അത് ടിപ്പിക്കലി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഒരൊറ്റ ലെഡേ ഉണ്ടാവുള്ളൂ റൈറ്റ് ഏട്രിയത്തില്. ഒരെണ്ണം നമുക്ക് എന്ത് ചെയ്യുന്നു, റൈറ്റ് വെൻട്രിക്കിളിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. പിന്നീട് ഒരെണ്ണം വരുന്നത് ലെഫ്റ്റ് വെൻട്രിക്കിളിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ പേസ് മേക്കേഴ്സ് നമ്മുടെ പേഷ്യൻസ് വളരെ വീക്കൻഡ് ആയിട്ടുള്ള ഹാർട്ട് മസിൽസ് ഉള്ള പേഷ്യൻസിലാണ് നമ്മൾ, അത് ഹാർട്ട് ഫെയിലിയർ ഒക്കെ ആയിട്ടുള്ള പേഷ്യൻസിലാണ് ഈ ഒരു ട്രിപ്പിൾ ചേമ്പേർഡ് പേസ് മേക്കർ നമ്മൾ ഇൻജെക്ട് ചെയ്യുന്നത്. ഈ ഒരു പേസ് മേക്കേഴ്സിന് റീസിങ്ക്രണൈസേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് വെൻട്രിക്കിൾസിന് അവരുടെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനും ഹാർട്ടിന്റെ കോൺട്രാക്ഷൻസ് റേറ്റ് ഇൻക്രീസ് ചെയ്യാനും ബ്ലഡ് ഫ്ലോ ഇംപ്രൂവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ട്രിപ്പിൾ ചേമ്പേർഡ് പേസ് മേക്കേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ഇനി വരുന്ന ഒരു ടൈപ്പ് ഓഫ് പേസ് മേക്കർ ആണ് ടെമ്പററി പേസ് മേക്കർ എന്ന് വിളിക്കുന്നത്. ടെമ്പററി പേസ് മേക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഷോർട്ട് ടേം യൂസിന് വേണ്ടിയിട്ട് മാത്രം, അതായത് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള കണ്ടീഷൻസിൽ മാത്രം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ടെമ്പററി പേസ് മേക്കേഴ്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഒരു അറിയിക്കുമ്പോൾ നമുക്ക് ചില എന്താ പറയാ, എന്തെങ്കിലും ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സർജറീസ് ഒക്കെ ചെയ്യുന്ന കണ്ടീഷൻസിൽ നമുക്ക് അറിയിത്തീമിയ വരാനുള്ള സാധ്യത ഉണ്ടാവും. അപ്പൊ നമ്മൾ ടെമ്പററി ആയിട്ട് ഇവഞ്ച്വലി ആയിട്ട് റിസോൾവ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ വെക്കുന്ന പേസ് മേക്കേഴ്സിനെയാണ് നമ്മൾ ടെമ്പററി പേസ് മേക്കേഴ്സ് എന്ന് വിളിക്കുന്നത്. അതായത് ഒരു ടെമ്പററി ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിൽ മാത്രമേ പേഷ്യന്റിന് അത് ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ അങ്ങനെ ഫിക്സ് ചെയ്യുന്നതാണ് ടെമ്പററി പേസ് മേക്കേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇനി ഈ ഒരു പൾസ് ജനറേറ്റർ ഓഫ് ടെമ്പററി പേസ് മേക്കർ എന്ന് വിളിക്കുന്നത് ബോഡിയുടെ പുറത്താണ് നമ്മൾ ഈ ഒരു പൾസ് ജനറേറ്ററിനെ ഫിക്സ് ചെയ്യുന്നത്. നമ്മൾ സ്കിന്നിന് ടാപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ബെൽറ്റോ ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടാണ് ഈ ഒരു ടെമ്പററി പേസ് മേക്കറിന്റെ പൾസ് ജനറേറ്റർ നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ഇനി പേഷ്യൻസ് ടെമ്പററി പേസ് മേക്കർ ആണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലൈസ്ഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ ഒരു ഹെൽത്ത് കെയർ ടീം അതിന് വേണ്ടിയിട്ട് എപ്പോഴും പേഷ്യന്റിന്റെ കൂടെ ഉണ്ടാവും. ഇനി നെക്സ്റ്റ് വരുന്നതാണ് പെർമനന്റ് പേസ് മേക്കേഴ്സ് എന്ന് വിളിക്കുന്നത്. പെർമനന്റ് പേസ് മേക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റൻഡഡ് ഫോർ ദ ലോങ് ടേം യൂസ്, അത് ഒരുപാട് നാളത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെർമനന്റ് ആയിട്ടുള്ള പേസ് മേക്കേഴ്സ് യൂസ് ചെയ്യുന്നത്. ഈ പെർമനന്റ് ആയിട്ടുള്ള പേസ് മേക്കേഴ്സ് എന്ന് പറയുമ്പോൾ ഇൻസൈഡ് ദ ബോഡിയാണ് പേസ് മേക്കർ അല്ലെങ്കിൽ പൾസ് ജനറേറ്റർ നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പ്രോപ്പർ ആയിട്ട് അതിനെ റെഗുലേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കണം. കൂടുതലും ബെനിഫിഷ്യൽ ആണ്, യൂസ്ഫുൾ ആണ്, എഫക്റ്റീവ് ആണ്. നമ്മള് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കണ്ടീഷൻസിൽ മാത്രമാണ് ഈ പറഞ്ഞ പെർമനന്റ് പേസ് മേക്കേഴ്സ് യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. പേഷ്യൻസിന് ഹാംഫുൾ ആവുന്ന തരത്തിലൊന്നും പെർമനന്റ് പേസ് മേക്കേഴ്സ് നമ്മൾ യൂസ് ചെയ്യില്ല. പേഷ്യൻസ് സംസാരിക്കാനായിട്ട് പറ്റണം. ഹെൽത്ത് കെയർ പ്രൊവൈഡർ പറയുന്ന എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട്, എല്ലാ ഗൈഡ് ലൈൻസും പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻസിലുള്ള പേഷ്യൻസിന് മാത്രമാണ് നമ്മൾ പെർമനന്റ് ആയിട്ടുള്ള പേസ് മേക്കേഴ്സ് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് പെർമനന്റ് ആയിട്ടുള്ള ഈ ഒരു പേസ് മേക്കർ എങ്ങനെയാണ് ഇംപ്ലാന്റ് ചെയ്യാന്നുള്ളതാണ്. ഇതിന്റെ പൾസ് ജനറേറ്റർ നമ്മൾ പെർമനന്റ് ആയിട്ടുള്ള പേസ് മേക്കറിന്റെ പൾസ് ജനറേറ്റർ സ്കിന്നിന്റെ ബിനീത്തില്, അതായത് സ്കിന്നിന്റെ അടിയിൽ സോഫ്റ്റ് ടിഷ്യൂസിന്റെ അവിടെയാണ് നമ്മൾ ഈ ഒരു പൾസ് ജനറേറ്റർ ഫിക്സ് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ പ്രിപ്പോക്ടറി ഇംപ്ലാന്റേഷൻ എന്നാണ് വിളിക്കുക. ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിലും അല്ലെങ്കിൽ ഫാറ്റ് ടിഷ്യൂസിന്റെ താഴെയാണ് ഈ ഒരു ഇംപ്ലാന്റേഷൻ നമ്മൾ ചെയ്യുന്നത്. പെക്ടോറൽ ആൻഡ് ബ്രസ്റ്റ് അല്ലെങ്കിൽ ബ്രസ്റ്റ് മസിൽസിന്റെ ഇടയിലാണ് നമ്മൾ ഈ ഒരു സംഭവം ഫിക്സ് ചെയ്യുക. അതായത് ഈ ഒരു പൾസ് ജനറേറ്റർ, പെർമനന്റ് പേസ് മേക്കറിന്റെ പൾസ് ജനറേറ്റർ നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ഇനി ഒരു പേസ് മേക്കറിന്റെ ലെഡ് നമ്മൾ ടിപ്പിക്കലി ഇൻസേർട്ട് ചെയ്യുന്നത് മേജർ വെയിനിലാണ്, ട്രാൻസ്വേഴ്സിലാണ് നമ്മൾ ഈ ഒരു പേസ് മേക്കറിന്റെ ലെഡ്സ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത്. അത് ഇലക്ട്രോൺസിനെ കാണുന്ന തരത്തിൽ, സെക്യൂർ ചെയ്യുന്ന തരത്തിൽ പ്രോപ്പർ ആയിട്ടുള്ള റീജിയൻസ് നോക്കിയിട്ടാണ്, ഹാർട്ട് മസിൽസിൽ പ്രോപ്പർ ആയിട്ടുള്ള റീജിയൻ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ലെഡ്സ് അറ്റാച്ച് ചെയ്യുന്നത്. ഇതിന്റെ മറ്റ് രണ്ട് എൻഡുകൾ, ലെഡിന്റെ മറ്റ് രണ്ട് ലെഡുകൾ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത് പൾസ് ജനറേറ്റർ ആയിട്ട് വീണ്ടും നമ്മൾ അറ്റാച്ച് ചെയ്യും. ഇനി ലെസ് കോമൺലി പൾസ് ജനറേറ്റർ ചില കണ്ടീഷൻസിൽ അപ്പർ അബ്ഡോമനിൽ പ്ലേസ് ചെയ്യുന്ന സിറ്റുവേഷൻസും ഉണ്ട്. ഇനി ജനറലി പേസ് മേക്കർ നമ്മൾ ഇംപ്ലാന്റ് ചെയ്യുന്നത് സ്റ്റെറൈൽ ആയിട്ടുള്ള ലബോറട്ടറി അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് റൂമിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് കാർഡിയോളജിസ്റ്റ്, സർജൻ, അല്ലെങ്കിൽ കാർഡിയാക് ഇലക്ട്രോഫിസിയോളജിസ്റ്റിന്റെ ഒക്കെ പ്രസൻസിലാണ് നമ്മൾ ഈ ഒരു പേസ് മേക്കർ ഇൻസേർട്ട് ചെയ്യുന്നത്. ലോക്കൽ അനസ്തേഷ്യ നമ്മൾ ഉപയോഗിക്കാറുണ്ട് പെയിൻ ഫ്രീ ആവാൻ വേണ്ടിയിട്ട്. ഇനി ചില കണ്ടീഷൻസ് നമ്മൾ സെഡേഷൻസ് അല്ലെങ്കിൽ ജനറൽ അനസ്തേഷ്യ നമ്മൾ ഉപയോഗിക്കും. ഇനി ഈ ഒരു പൊസിഷന്റെ പേസ് മേക്കർ
പേസ് മേക്കറിന്റെ പൊസിഷൻ, അതിന്റെ ലെഡ്സിന്റെ പൊസിഷൻ ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ എക്സ്റേ ഇമേജിങ് അല്ലെങ്കിൽ ഫ്ലൂറോസ്കോപ്പി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇനി ഇതിന്റെ പ്രൊസീജിയറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഡിവൈസിന്റെ കാലിബർ അനുസരിച്ചിട്ടും അതിന്റെ അഡ്വാൻസിറ്റി ഒക്കെ അനുസരിച്ചിട്ട് വ്യത്യാസപ്പെടാറുണ്ട്. പിന്നെ ഇതിന് ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ഇതിന്റെ ഒരു റിക്കവറി എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. വളരെ ചെറിയൊരു ഷോർട്ട് ടൈം മാത്രമാണ് നമ്മൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തതായിട്ട് വരുള്ളൂ. കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് ഇതിന്റെ ഒരു മൂവ്മെന്റും കാര്യങ്ങളൊക്കെ വീക്ഷിക്കേണ്ടതുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലെഡിന് എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്ലോഡ്ജ്മെന്റ് സംഭവിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ തന്നെ ആദ്യത്തെ കുറച്ച് വീക്കിനുള്ളിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും അതിന്റെ ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടുപോകാനായിട്ട് പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇംപ്ലാന്റ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് വീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ഒരു പേസ് മേക്കർ ഒരു തവണ ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഹാർട്ട് റേറ്റിന്റെ ബേസ് ലൈൻ ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കുന്ന ഹാർട്ട് റേറ്റിന്റെ ചേഞ്ചസ് ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ അപ്പർ ഹാർട്ട് റേറ്റ് നമുക്ക് പേസ് മേക്കറിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. നമുക്കത് എക്സസൈസ് ഒക്കെ ചെയ്ത് ഇതിന്റെ ഹാർട്ട് റേറ്റ് ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇനി പെർമനന്റ് ആയിട്ടുള്ള പേസ് മേക്കേഴ്സ് ഫിക്സ് ചെയ്തിട്ടുള്ള ആളുകൾ പീരിയോഡിക് ആയിട്ട് ക്ലിനിക്കൽ ചെക്കപ്പ് നടത്തേണ്ടതാണ്. നമ്മൾ ECG എടുത്ത് നോക്കണം. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി റെക്കോർഡ് ചെയ്യണം. അതിന്റെ കൂടാതെ തന്നെ നമ്മൾ റെഗുലർ ആയിട്ട് ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള, അതായത് റിമോട്ട്ലി നമ്മൾ ടെലിഫോൺസ് അതുപോലെ തന്നെ ഇന്റർനെറ്റ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഇങ്ങനെ ഈ ഒരു പെർമനന്റ് ആയിട്ടുള്ള പേസ് മേക്കേഴ്സ് യൂസ് ചെയ്തിട്ടുള്ളവരെ. ഇനി നമ്മളിതിന്റെ പെർമനന്റ് ആയിട്ട് നമ്മളതിന്റെ ഹാർട്ട് റിതം പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്യുക. അതിന്റെ ഫങ്ഷൻസ്, ലെഡിന്റെ ഒക്കെ ഫങ്ഷൻസ് പ്രോപ്പർ ആയിട്ട് ഉണ്ടോ, അത് കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ, ഫ്രീക്വൻസി, യൂട്ടിലൈസേഷന്റെ ഫ്രീക്വൻസി, അതെല്ലാം നമ്മൾ പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്യണം. പിന്നെ അതിന്റെ ബാറ്ററി ലൈഫ്, അബ്നോർമൽ ആയിട്ടുള്ള ഹാർട്ട് റിതംസിന്റെ പ്രസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഐഡന്റിഫിക്കേഷൻ, ആ കാര്യങ്ങളെല്ലാം നമ്മൾ പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്യണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പേസ് മേക്കേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.